സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസിൽ നടക്കില്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പൊയ്ക്കോളൂ. അൻവറിന് കിട്ടിയിരിക്കുന്ന ചുട്ട മറുപടി എന്ന് പറയേണ്ടി വരും. അൻവർ ഇത്രയും തരം താഴരുത്. കാര്യം അൻവറിൻ്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമസ്കാരം അൻവറേ, ഇതേ തൻ്റെ തോന്നിയാസത്തിന് കാണിക്കാൻ ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല എന്നുള്ള കാര്യം ഓർത്തോണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ജാതീയമായ ഒരു വേർതിരിവുണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ചില ഫോക്കസുകൾ അനുസരിച്ചിട്ട് ജാതി എന്ന് പറയുന്നതിനെ ഉയർത്തിക്കാട്ടുന്ന സമ്പ്രദായം ഇവിടെ നടക്കുന്ന പരിപാടിയല്ല. അതിന് നിങ്ങൾ വേറെ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊയ്ക്കോളൂ. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കൺവീനർ സ്ഥാനമുണ്ടല്ലോ, ഈ കൺവീനർ, ആ കൺവീനർ സ്ഥാനം പോലും ഞങ്ങളുടെ ഭിക്ഷയാണ്, താൽക്കാലികമാണ്. അല്ല, നിങ്ങൾക്കിത് പൂർണ്ണമായി തരാനൊന്നും പോകുന്നില്ല. ഇത് തൃണമൂൽ കോൺഗ്രസിൻ്റെ CJ ഉണ്ണി എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ PV അൻവറിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ്. നമ്മൾ പറഞ്ഞല്ലോ, PV അൻവർ ഇവിടെ വന്നു നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ മറ്റെന്തോ ആക്കി തീർക്കും, ഞങ്ങൾ മതനിരപേക്ഷമാണെന്ന് പറയുമ്പോഴും ഇന്നാട്ടിലെ എല്ലാ വർഗീയ കോമരങ്ങളെയും പിടിച്ച് മെമ്പർഷിപ്പ് ചേർക്കാനും അവരുമായി സംസാരിക്കാനും അതുവഴി ഇതിനെ വിപുലീകരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CJ ഉണ്ണി പ്രത്യേകം പറയുന്നത് ഇതൊരു മതനിരപേക്ഷതയുള്ള ഒരു സംഘടനയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ തൃണമൂൽ കോൺഗ്രസിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വർഗീയത കുത്തി നിറയ്ക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തറവാട്ട് സ്വത്തായിരിക്കണം. ഈ TMC, അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അൻവറെ നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് CJ ഉണ്ണി, അല്ലേ? അപ്പോൾ അതായത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ കൺവീനർ പോസ്റ്റ് ഉണ്ടല്ലോ, അത് വെറും താൽക്കാലികം മാത്രമാണ്. അപ്പം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അത് തൃണമൂൽ കോൺഗ്രസിൽ നടക്കില്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും പൊയ്ക്കോളൂ. അൻവറിന് കിട്ടിയിരിക്കുന്ന ചുട്ട മറുപടി എന്ന് പറയേണ്ടി വരും. അൻവർ ഇത്രയും തരം താഴരുത്. കാര്യം അൻവറിൻ്റെ ഒരു അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മമതാ ബാനർജിയായിട്ട് നേരിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ രൂപമുണ്ട്. ആ സംഘടനാ രൂപത്തെ അംഗീകരിക്കാതെ നിങ്ങൾ, അതായത് PV അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നാട്ടിൽ വർഗീയതയ്ക്കുള്ള അല്ലെങ്കിൽ എവിടെയൊക്കെയോ വർഗീയതയുടെ പേരിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ SDPI, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ളവരെ, അത്തരത്തിലുള്ള സംഘടനകളിൽ നിന്നുള്ള നേതാക്കളെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഒരു ജാതിയിൽ മാത്രം കൊണ്ട് അവരെ ഒരു ജാതിയെ രക്ഷിക്കുക, ഇന്ന സമുദായം, അതായത് മുസ്ലിം സമുദായത്തിനെ കുറ്റപ്പെടുത്തുന്നു, ആരൊക്കെയോ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആ പ്രതീതിയിൽ നിന്ന് ആ ആൾക്കാരെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ, അല്ലെ അൻവർ നിൽക്കുന്നിടത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ഗുണം ലഭിക്കും എന്നുള്ള തരത്തിൽ നടത്തുന്ന ചില പരിശ്രമങ്ങളുണ്ട്. അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ കൊണ്ടുവന്ന് മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച് കിടക്കുന്ന തൃണമൂൽ കോൺഗ്രസിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കാൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ PV അൻവറിന് പുറത്തേക്ക് പോകേണ്ടി വരും. ഇതാണ് CJ ഉണ്ണി എന്ന് പറയുന്ന ആൾ അൻവറിന് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം. അപ്പം എന്തിനേയും ഇപ്പം മലപ്പുറം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ അതെങ്ങനെയാണ് മുസ്ലിം വിരുദ്ധതയാകുന്നു? അപ്പോൾ ഏത് സംഭവം നടന്നാലും ഇതെല്ലാം മുസ്ലിം വിരുദ്ധതയാണ് എന്ന ഒരു പ്രചാരണം, കള്ളപ്രചരണം നടത്തുകയാണ്. ഈ രീതിയിലാണ് അദ്ദേഹം ഇവിടെ ആളെ കൂട്ടുന്നത്. അപ്പോൾ ഇത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് എതിരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ PV അൻവറിന് കഴിയാതെ പോകുന്നു. PV അൻവർ സത്യത്തിൽ ഗതികെട്ട ഒരാളാണ്, ഗതികേട് പിടിച്ച ഒരാളാണ് PV അൻവർ. PV അൻവറിന് സത്യത്തിൽ ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാനുള്ള ധാർമ്മികത എന്ന് പറയുന്ന ഒരു സാധനം PV അൻവറിൻ്റെ 7 അയലത്തൂടെ പോലും പോയിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കണമെങ്കിൽ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം, PV അൻവർ എന്നല്ല ഏത് നേതാവിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പും ധാർമ്മികത ഒരു വലിയ പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ധാർമ്മികത PV അൻവർ കാട്ടിയിട്ടുണ്ടോ? ഇക്കണക്കിന് പോയാൽ, അതായത് തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള ദേശീയ പാർട്ടിയിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നീക്കങ്ങൾ തീർച്ചയായിട്ടും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഈ പറയുന്ന മമതാ ബാനർജി അംഗീകരിച്ചു കൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഈ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് മുകളിലേക്ക് പോകുന്നതെങ്കിൽ ഈ പറയുന്ന കൺവീനർ സ്ഥാനം അങ്ങ് പോയി കിട്ടും. പിന്നെ PV അൻവറിന് എന്തുണ്ട് ഇവിടെ? PV അൻവർ പുകഞ്ഞ കൊള്ളിയാണ്. ഇപ്പം UDF പ്രവേശിക്കാൻ വേണ്ടി നീട്ടിപ്പിടിച്ചൊരു കത്ത് അയച്ചിട്ടുണ്ട് KPCCക്ക്. VD സതീശന് കത്ത്, 10 പേജുള്ള കത്ത്. ഞാൻ തൃണമൂൽ കോൺഗ്രസ്സുകാരനായി, എൻ്റെ പേര് PV അൻവർ, ഞാൻ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു, ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുശേഷം എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഞാൻ നേരെ ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിയെ ചീത്ത വിളിച്ചു. മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുക എൻ്റെത് ഇടതുപക്ഷ വിരുദ്ധ പോരാട്ടമാണ്, മുഖ്യമന്ത്രിയുടെ അഴിമതിക്കെതിരായുള്ള പോരാട്ടമാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വേണ്ട ഊർജം പകർന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ DMK-യിൽ പോയി. അവിടുന്ന് സ്റ്റാലിൻ എന്നെ ആട്ടി തുപ്പി പറഞ്ഞു വിട്ടു. അവിടുന്ന് നേരെ ഞാനിവിടെ വന്നിട്ട് ഒരു DMK എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. അവിടെ ഞാൻ കുറച്ച് ഈ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെയൊക്കെ കണ്ട് അവസാനം കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകാരെ ഇറക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ വലിയ പ്രകടനമൊക്കെ ശക്തി പ്രകടനമൊക്കെ നടത്തി. അത് ഒട്ടിപ്പോയി. ആ സമയത്ത് ഞങ്ങൾ എന്തായാലും UDF ആയ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. എൻ്റെ സ്ഥാനാർത്ഥിയെ പോലും ഞാൻ പാലക്കാട് പിൻവലിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളോടുള്ള ചെറിയൊരു നമ്മൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് കരുതി ഞാൻ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിലനിർത്തിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ എൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിന്നെങ്കിലും വലിയ ഗുണപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടി പിടിച്ചൊരു 10 പേജ് കത്ത് നേരെ VD സതീശന് എടുത്ത് കൊടുത്തു. എന്നിട്ട് ഏറ്റവും അവസാനം എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചിട്ടെങ്കിലും ഇതുവരെ എങ്ങും ചേക്കേറാതെ പോയ PV അൻവർ എന്ന ടിയാനെ അല്ലെ എന്നെ നിങ്ങളുടെ UDF-ൽ ഉൾപ്പെടുത്തി തരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. PV അൻവർ വീട്ടി പിടിച്ച ഒപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും 10 പേജുള്ള ഒരു കത്തെഴുതി കൊടുത്തിട്ടുണ്ട് PV അൻവർ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ഇപ്പോൾ PV അൻവറിനെ UDF എടുക്കുകയാണെങ്കിൽ PV അൻവർ UDF ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊന്നുമല്ല, PV അൻവറിലൂടെ ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിലാണ് UDF-ന്റെ കണ്ണ്. കാര്യം ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ഈ വെൽഫെയർ പാർട്ടിയായിട്ടും SDPI-യുമായിട്ടും ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ടും ഒക്കെ നല്ലൊരു ചങ്ങാത്തത്തിനുള്ള പാലമാണ് സത്യത്തിൽ PV അൻവർ UDF-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് K. സുധാകരനോട് ചോദിച്ചപ്പോൾ ഞാൻ സ്വാഗതിക്കുന്നു എന്ന് പറഞ്ഞത്. PV അൻവർ വരുന്നതിന് UDF-ലേക്ക് വരും, എനിക്ക് സ്വാഗതക്കുറവൊന്നുമില്ല, എന്നെ വന്നോട്ടെ എന്ന് ഈ പറയുന്ന ഇദ്ദേഹം K. സുധാകരൻ എന്ന് പറയുകയും ചെയ്തല്ലോ, വന്നോട്ടെ കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം ഇവർ സത്യത്തിലൊരു പാലം പോലെയാണ് കാണുന്നത്. അല്ല നേരിട്ട് ഇപ്പം SDPI പിന്തുണ പ്രഖ്യാപിച്ചു. നമുക്കറിയാം അവിടെ SDPI-ക്കാർ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ആദ്യം ആഹ്ലാദ പ്രകടനവുമായി ഇറങ്ങി. VK ശ്രീകണ്ഠൻ പറഞ്ഞു ഞങ്ങൾ SDPI-യുടെ വോട്ട് കൊണ്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് VK ശ്രീകണ്ഠൻ അവിടെ പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ വന്നു. ഷാഫി പറമ്പിൽ എന്താ പറഞ്ഞത്, ഞങ്ങളൊരു വർഗീയവാദികളുടെയും വോട്ട് നേടിയല്ല വിജയിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അങ്ങനെ ഷാഫി പറമ്പിൽ പറഞ്ഞു. അപ്പം എന്താണ് പ്രശ്നം? SDPI-ക്കാരുടെ വോട്ട് വേണം, പക്ഷേ SDPI-ക്കാർ ഞങ്ങളുമായിട്ട് ചെങ്ങാത്തത്തിലാണ് എന്ന് പറയുന്നത് എന്തോ കുറവായിട്ട് കാണുന്നു. അപ്പോൾ ഇങ്ങനെ വന്നാൽ UDF നേരിട്ട് ഇടപെടാതെ ഏതെങ്കിലും ഒരു, അതായത് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന പോലെ ഈ PV അൻവറിനെ കളത്തിലിറക്കിക്കൊണ്ട് PV അൻവറിലൂടെ SDPI, ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് ഇവരെ എല്ലാം കൂടി ഇവരുടെ എല്ലാവരുടെയും കൂടെ വോട്ട് UDF-ലേക്ക് കൊണ്ടുവന്ന് കൊട്ടക്കണക്കിനുണ്ട് കുടഞ്ഞിടാം എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോൾ സത്യത്തിൽ PV അൻവറിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. PV അൻവറിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനൊരു മറയാണ് സത്യത്തിൽ തൃണമൂൽ കോൺഗ്രസ്. PV അൻവർ വെറുതെ വന്ന് കയറി കഴിഞ്ഞാൽ വലിച്ചു കയറ്റി എന്നുള്ള പേരുദോഷം വരുമല്ലോ. അപ്പോൾ ആ തൃണമൂൽ കോൺഗ്രസ് വഴി ഇതിലേക്ക് വന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയാണ് ഈ പറയുന്ന മുസ്ലിം പ്രീണനവും വർഗീയവാദവും കൊണ്ട് മുന്നോട്ട് പോകാനാണ് PV അൻവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും PV അൻവറിന് പണി കിട്ടാനുള്ള തുടക്കങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. CJ ഉണ്ണി വ്യക്തമായി പറഞ്ഞു, നിങ്ങളുടെ തോന്നുംപടി ചെയ്യാൻ ഇത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല എന്ന് വളരെ വ്യക്തമായി CJ ഉണ്ണി PV അൻവറിനോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനി അമ്മാതിരി പണി കാണിച്ചാൽ പുറത്തേക്ക് ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് എറിയും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഇനി താൻ പോരിമ കാണിച്ചുകൊണ്ടും തനിക്കിഷ്ടപ്പെട്ടവരെ മാത്രം പാർട്ടിയിൽ ഉൾപ്പെടുത്തുകൊണ്ടും ഈ നേതാക്കന്മാരോട് ആലോചിക്കാതെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ PV അൻവറിൻ്റെ മുന്നിൽ TMC-യുടെ അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ വാതിലും കൊട്ടിയടയ്ക്കപ്പെടും. അവർ തന്നെ പടി അടച്ച് പിണ്ണമിക്കും. അതോടുകൂടി PV അൻവറിൻ്റെ ഗതി ഈ കാറ്റത്ത് ഈ ചരട് പൊട്ടിപ്പോയ പട്ടത്തിൻ്റെ അവസ്ഥയായി മാറും. ഒടുവിൽ PV അൻവറിനെ പട്ടം അൻവർ എന്ന് തന്നെ അറിയപ്പെടും. വ്യത്യസ്ത രുചികളിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം, ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.